Hello guys, welcome to Yasin Vlogs family. Shingu Vlogs and Aishu Vlogs. Yes. Nyanu. Welcome guys. Welcome to Yasin Vlogs family. ഇതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ? സീരിയസ് അല്ലോ. അപ്പം ഗൈസ് ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒന്നുമില്ല, നമ്മളുടെ ഒരു രാത്രി നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ എന്താണ് നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അതൊന്നുമല്ല. ഇന്നത്തെ മെയിൻ കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ വീണ്ടും ഞാൻ ഒഫീഷ്യലായിട്ട് ഡോക്ടർ ആക്കിയിരിക്കുകയാണ്. ഇവിടെ മാറമ്പറ്റ ഹൗസിൽ നിങ്ങൾ ഇന്ന് നമുക്കൊരു പുതിയ പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ പേഷ്യന്റ് അതിന് മുമ്പ് യാസിൻ എന്ന് പറഞ്ഞ പേഷ്യന്റ് തന്ന കാശ് നമുക്ക് ഇപ്പോഴും തന്നിട്ടില്ല. യാസിന്റെ പേഷ്യന്റ് നോക്കിയ കാശ് തന്നില്ല. യാസീൻ എന്ന പേഷ്യന്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയാലാണ് നിങ്ങളെ ഞാൻ ആലപ്പുഴ വരെ കൊണ്ടുപോയത്. ആഫ്റ്റർ ദാറ്റ് ബഷീർ എന്ന പേഷ്യന്റ് വന്നായിരുന്നു. അത് മരുന്ന് കൊടുത്ത് പിറ്റേ ദിവസം പനി മാറിപ്പോയി. കൂലി തന്നില്ല. അത് തരും. പക്ഷെ ഡാഡി ആയതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടു. ഇപ്പൊ ഉമ്മാക്ക് വയ്യ. ഇപ്പൊ നമ്മൾ അടുക്കളക്കും വയ്യ. ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചേ? ഇന്ന് ചേച്ചി ഉള്ളതുകൊണ്ട് വീടൊക്കെ നല്ല നീറ്റ് ആയിരുന്നു. പക്ഷെ അടുപ്പിനും പനി പിടിച്ചു. നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പഠിക്കായിരുന്നു. പിന്നെ ചോറിന് എന്നാലും ഉമ്മ നമ്മളോട് വെച്ച് എനിക്കിന്ന് വയ്യാട്ടോ, ഞാൻ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യോ, ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി തരാം ഞാൻ പറഞ്ഞിട്ട് ഇന്നലത്തെ മീൻകലവും ചോറും ചമ്മന്തിയും പപ്പടവും ഉണ്ടായിട്ടാണോ നിങ്ങൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞേ? സ്കൂളിലൊക്കെ പണ്ട്. അപ്പം ഞങ്ങൾ ഇതാണ് കഴിച്ചത്. നിങ്ങൾ എന്താ കഴിച്ചത്? ഞാൻ ഷൂട്ടിന് പോയോണ്ട് ചോറ്. എന്ത് ടൈപ്പ് ചോറ്? സാധാ ചോറ്. ബീഫ് തീർന്നു പോയി. നമുക്ക് പേഷ്യന്റിനെ നോക്കാം. ഇതാണ് വാർഡ്. ഇത് വാർഡ് 1 ആണ്. അല്ല, ഇത് മെയിൽ വാർഡാണ്. ഇത് മെയിൽ വാർഡ്, ഇത് ഫീമെയിൽ വാർഡ്. ഫീമെയിൽ വാർഡ് ലൈറ്റ് ഇട്ട് കയറും. മമ്മിജി ഇപ്പുറത്തുനിന്നാ നോക്കണ്ടേ പേഷ്യൻസ്? ഇങ്ങോട്ട് അപ്പുറത്ത് വരൂ. പേഷ്യന്റ് അവിടെയാണ്. ഹലോ, വാർഡിൽ കയറി നിങ്ങളൊക്കെ സീരിയസ് ആണോ? പേഷ്യന്റ് വയസ്സൊക്കെ ചോദിച്ചു മനസ്സിലായി. നിങ്ങൾ സീരിയസ് ആയില്ലെങ്കിൽ നിങ്ങള് രണ്ടാളെ ഇവിടെ ഒഴിവാക്കും. ഇത് ഞാൻ പറയട്ടെ, ഇത് ശരിക്കും പനി തന്നെയാണ്, ഇത് അഭിനയല്ല. കഴിഞ്ഞ വ്ളോഗിൽ ആരോ പറഞ്ഞു ഇത് സ്ക്രിപ്റ്റഡ് അല്ല. കമന്റ് ചെയ്തു ഒരാൾ സ്ക്രിപ്റ്റഡ് അല്ലേ. ഞാൻ പറയട്ടെ, വീട്ടില് ഒരാൾ പനി പിടിച്ച് MBBS പഠിച്ചിറങ്ങി ഞങ്ങള് നോക്കുന്ന കണ്ടെന്തറിയോ? നിങ്ങൾ കോമഡി ആക്കുക. സീരിയസ് ആയിട്ടാണ് ഒരു പേഷ്യന്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പേഷ്യന്റിനോട് ചോദിച്ച് മനസ്സിലാക്കി. 48 വയസ്സ്. 49 ആയിട്ടുള്ളൂ. അല്ല ഉമ്മ അങ്ങനല്ല, വേറെന്തെങ്കിലും അസുഖമുണ്ടോ? ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖമുണ്ടോ? ക്രോണിക്കോ? ലോങ് ടൈം ഷുഗർ, ലോങ് ടൈം ആണ്. തൈറോയിഡ്, നമുക്ക് തൈറോയിഡ് ഉണ്ട്, അത് എനിക്കറിയാം. ശരീരവേദന, പിന്നെ ഇതാണോ ഇരുന്ന്? ഇവര് തമാശയാണല്ലോ. ചൂടുണ്ട്, നല്ല ബോഡി ടെമ്പറേച്ചർ. നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാ പറയൂ? 100 അല്ല 36. 37 വരെ. നിങ്ങൾ എന്താ വഹി ഉണ്ടോ നിങ്ങൾക്ക്? ടെമ്പറേച്ചർ കൂടുതലാന്ന് മനസ്സിലാക്കാൻ. ഇല്ല, ചൂട് ഇങ്ങനെ പിടിച്ചാൽ സാധനമില്ല. പക്ഷെ ഇവര് തമാശ കളിക്കുന്ന പോലെ ഉണ്ടല്ലേ ഡോക്ടർമാര്. നോക്ക് മര്യാദക്ക് മാറ്റി തന്നാ പോരെ. നിങ്ങളെ രണ്ടാളെ വിഭാഗം ഞാൻ പുതിയ ഡോക്ടറെ കൂട്ടാൻ പോവാ. ഇപ്പൊ കാണിക്കണ്ട, പുതിയ ഡോക്ടറെ ഇപ്പൊ കാണിക്കണ്ട. ഓക്കെ, പുതിയ ഡോക്ടർ ഇപ്പൊ വരും. ഇടക്ക് വരും.
എന്തായിട്ടാ വരിക? ഇതാ വരുന്നു. സാധനത്തിന്റെ പേര് പറയൂ. ടെലസ്കോപ്പ്. ടെലസ്കോപ്പ്. ആ ഇതിന്റെ പേരെന്താ? ഓക്കേ. ടെലസ്കോപ്പ് ആയിട്ട് വരുന്നു ഗായ്സ്. ടെലസ്കോപ്പ്. യെസ്, ഡോക്ടർ മുഹമ്മദ് യാസിൻ. ടെലസ്കോപ്പ് ആയിട്ട് വരുന്നു. വ്യാജ ഡോക്ടർ എന്നല്ല, നോക്കിപ്പോ പേഷ്യന്റിനെ നോക്കട്ടെ. വ്യാജ ഡോക്ടർ. ഞാൻ ഇതിലോട്ട് കയറിയ മമ്മിയൊന്നും ഇല്ല കേട്ടോ. ജീവൻ പൾസ് നോക്കുന്ന ജീവനുണ്ട്. പൾസ് നോക്കുന്ന പോയിന്റ്സുകളൊക്കെ ഒന്ന് പറയൂ. അതെവിടെ ഓണാക്കിയ? അതിങ്ങനെ കൊട്ടി നോക്ക്. അത് ഓണാണ്. ശബ്ദം ഉണ്ടോ? ആ ശബ്ദം. ശ്വാസം വലിച്ചോട്ട് അവിടെ നോക്കും. ഡോക്ടർമാര് നോക്കുന്നില്ലേ? പോയിട്ടാണ് ബാക്കിൽ പോവാ. പറിച്ചിടോ. നെഞ്ചെടുപ്പ്. പോയിന്റിന് എന്താ പേര്? എന്താ നോക്കുന്നത് നിങ്ങൾ വാസ്തവത്തിൽ? ഒന്ന് പറഞ്ഞെങ്കിലും നോക്കണ്ടേ? അല്ല, ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്കൊന്നും കേൾക്കണൊന്നുമില്ലേ? അതിന് മര്യാദ ശ്വാസം വലിച്ചോട്ട് റിപ്സിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ആദ്യം ഇവിടെ ഡോക്ടർ ഷിങ്കു. നീ ഒന്ന് വരുമോ? ആ വേണ്ട. ഇപ്പൊ ഇത് എന്തറിയോ, കഴിഞ്ഞ ദിവസം ഡോക്ടർ ഷിങ്കു നോക്കിയതാണ്. ഈ വട്ടം ഡോക്ടർ ആയിഷ നോക്കട്ടെ. കാരണം ഒന്നാമത് നോക്കണമെങ്കിൽ ചെവിയിൽ വെക്കണമെങ്കിൽ ഷിങ്കുന് ആദ്യം തട്ട് വരണം. അപ്പം അല്ലല്ല, ഡോക്ടർക്ക് കൈപ്പുണ്യം ഉണ്ടായിന്ന് നിങ്ങൾ ഷിങ്കു ഡോക്ടർ നോക്കിയത് നല്ലതായിരുന്നു. ആയിഷ ഡോക്ടറെ കുറിച്ച് ഉമ്മ നാളെ പറയണേ. ഇന്ന് മാറിയിട്ടില്ല ആയിഷ ഡോക്ടറെ നമ്മൾ ഇവിടുന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. ആയിഷ ഡോക്ടർ ഓൺ ദി സ്റ്റേജ് ഗൈസ്. നോക്കൂ, ഇതൊന്നും ഒരു തമാശയായിട്ട് കാണരുത്, കോമഡി ആയിട്ട് കണ്ടാ നോട്ടെ. കറക്റ്റ് നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. ബ്രീത്ത് ചെയ്യൂ, എണീറ്റിരിക്കണ്ട. ഇത് പൾമണറി പോയിന്റ്, ഇത് എർപ്സ് പോയിന്റ്, ഇത് ട്രൈകസ്പിഡ് പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മിട്രൽ. മിട്രലിൽ ഒന്ന് വെച്ച് ഹാർട്ട് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. നേരത്തെ വർക്ക് ചെയ്യണില്ല എന്ന് പറയുന്നു. ഓൾ സെറ്റ്. 5 പോയിന്റ് കഴിഞ്ഞു. പിടിച്ചോ. എന്ത് തോന്നി ലാസ്റ്റ്? പനി ഉണ്ടോ? പനിയുണ്ട്. എന്തൊക്കെയുള്ള കുഴപ്പം? ഹാർട്ട് ബീറ്റിന് അങ്ങനെ വേരിയേഷൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് പനിയല്ലേ. പനിയുടെ മരുന്നൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്താൽ മതി. ഇന്നലെ മരുന്ന് എത്ര കഴിച്ചായിരുന്നോ? എപ്പോഴാ കഴിച്ചത്? രാത്രി. ഇന്നലെ കഴിച്ചില്ല? ഇന്നലെ രാത്രി പാരസിറ്റമോൾ കഴിച്ചു. രാവിലെ എന്താ കഴിച്ച്? രാവിലെ ചോന്ന അത് മറ്റേ അസിക്ലോഫാനും പാരസിറ്റമോളും മിക്സ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കൊടുത്തു. അതിനുശേഷം പിന്നെ ഒന്നും എടുത്തിട്ടില്ല. രാത്രിയായി. ഉച്ചയ്ക്കൊന്നും എടുക്കാൻ എന്താ, തീർന്നു. ഡോക്ടർ എന്ത് ഗുളിക കൊണ്ടുവന്നത്? ഞാനിത് എടുത്തിട്ട് വരാം. പനി അങ്ങനെ വേർത്ത് പോയില്ല. പാരസെറ്റമോൾ ഇത് കൊടുത്താ പോരെ തൽക്കാലം? ഇപ്പൊ തൽക്കാലം രാത്രി കൊടുത്താൽ മതി. പിന്നെ നല്ലപോലെ ഇതുണ്ടെങ്കിൽ ഒന്നുകൂടി ഫുഡ് കഴിച്ചിട്ട് രാത്രി ഒന്നും കൂടെ എടുത്തു, ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇത് ഇപ്പൊ കൊടുക്കണോ? ഇല്ലല്ലോ, ഭക്ഷണത്തിന് ശേഷം. ഫുഡിന് ശേഷം കൊടുക്കാവുള്ളൂ, ഫുഡിന് മുമ്പ് കൊടുക്കരുത്. ഗ്യാസിന്റെ ഗുളിക മാത്രമേ ഫുഡിന് മുമ്പൊക്കെ കൊടുക്കുള്ളൂ. ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഭാഗ്യം നോക്കണേ, 2 ഡോക്ടർമാര് നോക്കാന്. എന്താ വേണ്ടേ? ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കട്ടെ, ബിരിയാണി ഉണ്ടാക്കി തരാം. പനിയായിട്ട് കഴിക്കാൻ പറ്റുമോ? ടേസ്റ്റ് കഞ്ഞിയും ചമ്മന്തിയും. ഓക്കെ, ബിരിയാണി കഴിച്ച ഉമ്മ പറഞ്ഞു ചേച്ചിനോട് ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കാന്.
നമ്മളെ സെറ്റ് ചെയ്യാൻ. ഗൈസ് എന്റെ മൈക്കുണ്ട്. അപ്പം വീടിന്റെ അടുക്കളക്കും പോയി. അപ്പം ഇത് കാണുന്നവരോട് പറയാനുള്ളത് സംഭവം ഒരു നമ്മളൊരു കോമഡി രീതിയിൽ ചെയ്താണെങ്കിലും ഇവർ ശരിക്കും ഡോക്ടേഴ്സൊക്കെയാണ്. പനിയാണ്. ശരിക്കും അല്ല ശരിക്കും പനിയുണ്ട്. നോക്കലും ഇതിപ്പോൾ എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാ? ചൂടുണ്ടോ എല്ലാവർക്കും? ഉമ്മാന്റെ കണ്ണ് കണ്ടാ അറിയില്ല. ഉമ്മാന്റെ കണ്ണ് നോർമലി റെഡ് വന്നപ്പോ തൊട്ട് ഉണ്ടായിരുന്നല്ലേ ഒരു ബുദ്ധിമുട്ട്. നമ്മളെ ചെയ്താൽ മതി. ആലപ്പുഴ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ അല്ലേ? ഇല്ല എനിക്ക് പനി പിടിച്ചില്ല. ഇതിനു മുമ്പ് നിങ്ങൾക്ക് പനി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ആയില്ല. അപ്പം നമ്മൾ സ്റ്റേബിൾ ആയിരുന്നു. ഇപ്പൊ നിങ്ങളുടേത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ ഇൻഫെക്റ്റഡ് ആയി. ഇനിയിപ്പൊ നമ്മളുടെ ഇത് മാറി കഴിഞ്ഞാൽ ഇനി കുറെ നാളത്തേക്ക് നമുക്ക് ഒന്നും പറ്റത്തില്ല. ഒരു വീട്ടിൽ ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വീട്ടിൽ 2 ഡോക്ടർമാരുണ്ടോ? ഉണ്ടോ? എവിടെ ഉണ്ട്? ഒരു വീട്ടിലും ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാൻ പോവാ. ഡാഡി അറിഞ്ഞുണ്ടല്ലോ. എന്നാലും ഒരു ഡോക്ടർ ഇല്ലേ? ഇങ്ങനെ ചില ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്തായാലും പേഷ്യന്റ് എന്താണ് പിന്നെ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്? ഉമ്മാന്റെ ഒരു കോൺഫിഡൻസ് നോക്കണം. പനി പിടിച്ചിട്ട് ഉമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ മക്കൾ 2 പേരും ഡോക്ടറാണ്, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഉപ്പച്ചി ഇപ്പൊ ഹോസ്പിറ്റലിൽ പോക്കില്ല, ഉമ്മ പോക്കില്ല, ഞാൻ പിന്നെ പണ്ടേ പോക്കില്ല. ഇല്ലെങ്കിൽ പണ്ട് ഒരു തുമ്മിയ ഉമ്മ അപ്പ ഹോസ്പിറ്റലിൽ പോണാണ്. അപ്പൊ ഇന്നലെ കമന്റിൽ കണ്ടായിരുന്നു, നിങ്ങൾ 2 പേരും ഡോക്ടറായാല് ഭാവിയില് നല്ലതായിരിക്കും, കാരണം നിങ്ങളെ നല്ല മനസ്സാണ്, അതുകൊണ്ട് അല്ല ഞങ്ങള് പുറത്തു പോയി അല്ല ഇന്ന് വേണ്ട, നിങ്ങൾ രണ്ടാളും നിൽക്ക്. ഇന്ന് നിങ്ങൾ രണ്ടാളും എന്റെ മുന്നിൽ വെച്ചൊരു കാര്യം സത്യം ചെയ്യണം. നിങ്ങൾ വലുതായി അല്ല ഡോക്ടർ ആവുമല്ലോ, ഇനി ഡോക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പാവപ്പെട്ടവരെ നിങ്ങൾ ഫ്രീ ആയിട്ട് നോക്കുന്നു. പഠിച്ചോന്റെ നാമത്തിൽ നിങ്ങൾ സത്യം ചെയ്യണം. ഇപ്പൊ ചെയ്യണം. സത്യം നാട്ടിലുള്ളിടത്തോളം കാലം എന്റെ കണ്ണില് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ കണ്ടാല് ഉറപ്പായിട്ട് ഞാനൊരു ഫീസും മേടിക്കാണ്ട് ഞാൻ ഉറപ്പായിട്ട് നോക്കും. അവർക്ക് എന്നെ വിശ്വാസം ഞാൻ ഇപ്പൊ കമന്റിലായാലും പറഞ്ഞു ഞങ്ങൾ ഡോക്ടർമാരല്ല എന്നാണ്. എന്നാലും നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ലൈസൻസ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. അത് കഴിഞ്ഞിട്ടേ കേറുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ മേത്ത് ആരും. അതായത് ഇപ്പം അവർക്ക് നിയമപ്രകാരം ഇന്ത്യയിൽ ആരും നോക്കാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് ഇല്ല, പക്ഷെ വീടുകളിൽ അത് നോക്കാം. നിങ്ങൾ ഒഫീഷ്യലി ഡോക്ടേഴ്സ് ആണ്. റഷ്യയിൽ മാത്രമാണ് ഇപ്പൊ ഇവർക്ക് എന്ത് ജോലി ചെയ്യാനുള്ള അധികാരമുള്ളത് ഡോക്ടറായിട്ട്. വേറെ ഏത് രാജ്യത്ത് പോകണമെങ്കിലും ആ രാജ്യത്തിന്റെ എക്സാം എഴുതണ്ടേ? അപ്പം ഇന്ത്യന്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഭാവിയിൽ നിങ്ങൾ നല്ല ഡോക്ടേഴ്സ് ആവട്ടെ. അപ്പം ഇൻ കേസ് ഇനി എനിക്ക് ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ മീൻസ് അവിടെ പേ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സത്യം നിങ്ങൾ എന്ത് ചെയ്തേ? ഇത് ഈ വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ടാവും. പറയട്ടെ, ഞങ്ങള് പുറത്ത് പഠിച്ചോണ്ട് നമ്മള് എല്ലാ രീതിയിലും നമ്മൾ ജീവിക്കാൻ പഠിച്ചതാണ്. അഡ്ജസ്റ്റബിൾ ആണ്. നമ്മള് പട്ടിണി കിടന്നിട്ടുണ്ട്, നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മള് മാസാവസാനം ആവുമ്പോ ചില ടൈമിലൊക്കെ നമ്മളും പട്ടിണി കിടന്നു. ചില സമയത്ത് ഫുഡ് കഴിക്കാൻ ആരും ഉണ്ടാക്കി തരാണ്ട് വയ്യാണ്ട് വരെ ഞങ്ങൾ കിടന്നിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറെ സ്റ്റേജസുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മതി. അപ്പോൾ ഓക്കെ ആണ്. ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കും. ഇനി ഡോക്ടേഴ്സിന് അടുത്ത ജോലി വീട്ടു ജോലി. ഓക്കെ, ഉമ്മ കഴിക്കായിരിക്കും അല്ലേ? നമുക്ക് കഴിക്കാലോ. ഉമ്മ കഴിക്കൂലേ? അരിയൊക്കെ ഉണ്ടോ? നോക്കിയായിരുന്നോ? തപ്പാന്നോ? അല്ല ഉമ്മ അതെവിടെയാ പറഞ്ഞു തരുമോ? കുറച്ച് എവിടുന്ന് എയർ ഹോൾ അടുക്കേണ്ടി വരുമായിരിക്കും. എയർ ഹോളിന്റെ ഉള്ളിൽ കൂടെയോ? അവിടെ നിന്നല്ലേ ഈ എയർ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഷീറ്റ് അടിച്ച വെള്ളം കഴിക്കുന്നു. വേണ്ട, എവിടെയെന്ന് പറഞ്ഞാൽ അല്ല വലിയ ബസ് മതി. ഓക്കെ, എന്നാ ഒരു തീരുമാനമാക്കട്ടെ കേട്ടോ. ഞങ്ങൾ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്തിട്ട് എല്ലാവരെയും ബിരിയാണി ഉണ്ടാക്കുന്ന കാണിച്ചത്. അതൊരു സർക്കാസം വേലു പറഞ്ഞു കേട്ടോ. അടുക്കളയിലാണ്. സോ ഗൈസ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഞാനല്ല, ഐഷ.
ഇതാണ് മുന്തിരി എന്ന് പറയുന്ന സാധനം. ഇത് തിന്നണ്ട, അണ്ടിപ്പരിപ്പ് തിന്ന് തീർത്ത് ഇപ്പൊ ബിരിയാണി ഇടാൻ സാധനമില്ല. ഇത് ബിരിയാണിയിലുള്ള ചമ്മന്തി. ഇത് ഞങ്ങൾ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സോ പിന്നെ ഞങ്ങൾ ഉള്ളി മുറിച്ച് വെച്ചിട്ട് വരും. റെഡിയാണ്. അല്ലാ, ഉള്ളി മുറിച്ച് രണ്ട് തിരി ഇരിച്ചിട്ട് എന്ത് സാധനം. ചേച്ചി ഉമ്മ ഞാനാ ഏറ്റവും കൂടുതൽ പണി എടുത്തപ്പായ ചേച്ചി പണിയെടുത്തതിന്റെ ക്ഷീണം കാണുന്നുണ്ട് മുഖത്ത്. ഓക്കെ, ഞാൻ പറയുമ്പോ ഇതായിപ്പോ പെൺകുട്ടികള് കാണാൻ വേണ്ടി വന്ന ഫാൻസ് അത് വൈഫ് ഇരിക്കുമ്പോ യാസിൻഖാന്റെ വീടല്ലേ? യാസിനിക്കന്റെ വീടല്ലേ? യാസിനിക്കും ഉണ്ടോ? യാസിനിക്കനെ കാണാൻ വേണ്ടി വന്നതാ. ഒരു വട്ടം വന്ന് ഇവിടെയൊക്കെ തപ്പിട്ട് പോയി. രണ്ടാമത്തെ വട്ടം ആ ബോർഡ് കണ്ട് കറക്റ്റ് ഇങ്ങോട്ട് കേറി വന്നതാ. ഇപ്പഴെങ്ങാനും കഴിഞ്ഞ ആഴ്ച രണ്ട് പെൺകുട്ടികള് അതവര് എങ്ങനെയുണ്ട്? വയസ്സ് എത്ര ഉണ്ടാവും? 21, 22. ഒരാള് PGക്ക് BA. അവര് പറഞ്ഞേ അവരെ ഫ്രണ്ട്സ് സുന്ദരികളാണ്. നിങ്ങളെത്ര ഉണ്ടോ? ഞങ്ങളെക്കാളുണ്ട്. എന്ന് വിശ്വസിക്കുന്നു. ഹലോ, അവര് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇനി വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ നമ്പർ കൊടുത്ത്. എന്റേത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ അവരെ ഫ്രണ്ട്സ് ആയിട്ട് ഇനി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എല്ലാരായിട്ട് നമുക്ക് വൈബ് ഗായ്സ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ? എത്ര മിനിറ്റ്? ഭയങ്കര നാണമായിരുന്നു വരുന്നപ്പം. ഫുഡ് കേറാനൊക്കെ കൊറേ നിർബന്ധിച്ചിട്ടാക്കി. പേര് ഒരെണ്ണത്തിന്റെ പേര് എനിക്ക് മൊബൈലിൽ സേവ് ചെയ്തെന്ന് ഓർമ്മ. അർച്ചന. ഒരാൾ പാലക്കാട്. ഇവിടെ കോളേജിൽ പഠിക്കാം. PG പെയിങ് ഗസ്റ്റ്. തലപ്പുഴ. PG പെയിങ് ഗസ്റ്റ്. അത് പറഞ്ഞപ്പോളാ നമ്മൾ ഒരു ക്വാർട്ടേഴ്സ് പെയിങ് ഗസ്റ്റിന് കൊടുത്തൂടെ? ഞാൻ അതാ പറയുന്നേ. ഉപ്പിച്ചിക്ക് എന്താ അഭിപ്രായം? ഒരു PG ആക്കിക്കൂടെ? ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ട്. എന്തായാലും മുന്നിൽ ഒരു ഫാമിലി ഇനി വരുന്നുണ്ട്. അപ്പൊ 3 ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ നടുവീത്തെ ക്വാർട്ടേഴ്സ് PGക്കാർക്ക് ആക്കിക്കൂടെ? ഒരു CCTV വെക്കാം. അന്നേരം സെക്യൂർ. വേണ്ട, നമ്മളെ മൊബൈലിൽ ഇരുന്ന് എല്ലാം കാണാൻ പറ്റും. അവിടെ എന്താ നടക്കണ, ആരാ വരുന്നേ, ആരാ പോണ. തൽക്കാലം മുന്നിൽ ഉണ്ടാക്കണവരെ അവിടെ ആക്കിക്കൂടെ? അപ്പൊ ഗൈസ് ഇനി നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോ പെയിങ് ഗസ്റ്റ്. ഒരു റൂമില് 4 പേര് അങ്ങനെ. CCTV വെക്കാം. അതാ പറഞ്ഞ CCTV വെച്ച് നമുക്ക് നോക്കാന്ന്. പിന്നെ ഫ്രണ്ടില് ഫാമിലിയും കൂടി ഉണ്ടല്ലോ. എന്റെ എല്ലാവരും കമന്റ് ചെയ്യ. എല്ലാവരും അഭിപ്രായം എന്താണ്? എന്റെ ഉമ്മയുടെ അഭിപ്രായം. ഇന്ന് ആ കുട്ടികൾ എന്താണ്? പിന്നെ ചിങ്കു കൂടി ഉമ്മാനെ നോക്കിയിട്ടുള്ളൂ. ഉയർന്ന എനിച്ചോണ്ടിരിക്കുന്നു. ഉമ്മ ചെക്ക് ചെയ്യാ ഞങ്ങൾ എങ്ങനെയൊക്കെയാ ഉണ്ടാക്കുന്നേ. ഇനി പനിയോ എന്തോ വന്നു കഴിഞ്ഞാല് ഇനി ഓപ്പറേഷൻ ആയിക്കോട്ടെ. എല്ലാവരും വിളിച്ച തുപ്പുന്ന വയ്യായ അതിന് വീണ്ടും കണ്ടുമുട്ടാൻ. ചേച്ചി ഓടിക്കളഞ്ഞു. പിറ്റേ ആയിഷയില്ലേ ചേച്ചി നേരം പോയി. അന്ന് സിംഗു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയോ? എന്താ മോദിയുടെ ഇന്ത്യല്ലേ നമുക്ക്?
മോളെന്നാ സിന്ധുവിനെയും ബിന്ദുവിനെയും വിളിച്ചിട്ട് ചേച്ചി ഇവിടെ വന്ന് നിന്ന് പോയ ബിന്ദുവാണത്. ബിന്ദു ഇത് ആയിഷയാണ്. ഇത് ബിന്ദുവാണ്. ആയിഷ, ഇത് ശിങ്കു. ഐഷ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ ആയിഷന്റെ വീട്ടിൽ എന്താ വിളിക്കുക? സവാള വറ 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 സവാള വറ. ആലപ്പുഴ ബിരിയാണിയാണ് നമുക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ആയിഷ ഉണ്ടാക്കിക്കൊണ്ട്. ആലപ്പുഴ ബിരിയാണി അല്ല, റഷ്യയിൽ പോയി പഠിച്ച ബിരിയാണി. റഷ്യൻ ബിരിയാണി, റഷ്യയിൽ നിന്ന് പഠിച്ച ബിരിയാണി. ഇതെന്തിനുള്ളതാ? സുർക്ക വയ്ക്കാനാ? അത് സാലഡ് ആണോ? നോട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ആയിഷാന്റെ അവിടെ പോയിട്ട് എനിക്കൊന്നും തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷീണമല്ല, നമ്മള് ബോട്ടിൽ നിന്ന് തീറ്റുണ്ട്. പിന്നെ പുറത്തുനിന്ന് വേറെ ഞാൻ പറഞ്ഞാലേ ബോട്ടിന്ന് കുറച്ച് വീഡിയോയിൽ കാണുന്നുണ്ട്. ഹലോ എല്ലാ ഒരു ഇച്ചിരി എന്നുള്ള ഞാൻ ശ്രദ്ധിച്ച്. അതെ, ഉപ്പച്ചിനോട് ഞാൻ അല്ല ഒരു പ്രാവശ്യം എന്നെ കണ്ട് ക്ഷണിക്കുക. ആ ഉപ്പച്ചിനോട് ഞാൻ പറഞ്ഞു, ഉപ്പച്ചിനോട് അലിയനോട് ഞാൻ പറഞ്ഞേന്ന് തിന്നുമ്പോ കുറച്ച് തിന്നാൻ, നമുക്ക് ഫുഡ് വേറെ ഉണ്ട്, വയറിറച്ച് തിന്നാൻ വളരെ ടേസ്റ്റ്. പിന്നെ ഒരു സബ്സ്ക്രൈബർ അളിയനെ അവിടുന്ന് 3 പ്രാവശ്യം കണ്ടാലോ, കൊണ്ടാൻ പറ്റിയില്ല നോക്കുള്ളില്. എന്നിട്ട് ഓര് വന്ന് നമ്മളെടുത്തേക്ക് അപ്പത്തിന് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു. അയ്യോ ഐഷ ഇവിടെ സവാള വറ 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 വൈകിട്ടെ ഓക്കെ. ബാക്കി ഇനി കാണിച്ചുതരാം കൈസ എന്തൊക്കെയാണ്. ഐ ഡോണ്ട് നോ. ഞാൻ മെലിഞ്ഞതല്ല, നിങ്ങളെല്ലാരും ഒന്നും കൂടി തടിച്ചപ്പോ ഞാൻ ചിക്കൻ പൊരിച്ച് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മള് ചേച്ചിക്ക് അറിയാലോ സത്യം അല്ലേ? ചേച്ചീനോട് നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞ് നേപ്പാളി ഭാഷ പറയിപ്പിക്കണം അല്ലേ? ഇത് ബിരിയാണിക്കുള്ള ചോറ് വെക്കാനുള്ള പരിപാടി കേട്ടോ. ഇവിടെ എല്ലാ ഇലകളും ഇട്ടിട്ടുണ്ട്. ആ സിംഗു വ്ളോഗ്സ് ആണ്. എന്താ ഇവര് ഡോക്ടർമാര് മാത്രമല്ല, നല്ല കുക്ക് കൂടിയാണ് കേട്ടോ. ഓ, ഇങ്ങളെ പൊക്കിയടിക്കുന്ന കമന്റ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഇത്രയും അഹങ്കാരം ഇല്ലാത്ത കുട്ടികൾ ആണല്ലേ? ഓക്കെ, സോ ഗൈസ് ദമ്മിടാൻ വേണ്ടി പോവാണ്. ദമ്മ് 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 ദമ്മ്. സെറ്റ് സെറ്റ്. നീ ചോറിടും. ഇവർക്ക് കുക്കിംഗ് ഒക്കെ അറിയാം. അതൊന്നും സമ്മതിക്കില്ല. ശിങ്കു ഉണ്ടാക്കി കഥ അറിയോ? ശിങ്കു ആദ്യമായിട്ട് വീട്ടുകാര് നെട്ടിക്കാൻ വേണ്ടിട്ട് ബിരിയാണി ഞാൻ പിന്നെ പറയാം. തള്ളെന്ന് പറഞ്ഞാ പിന്നെ ഉള്ളു പിന്നെ വേറെ ആക്കി കേട്ടോ. വേറെ മസാല കൂട്ടുന്നില്ല. അതിന് കുറച്ച് നെയ്യ് ഇങ്ങനല്ല ദമ്മിടല്ലേ മക്കളെ. ആദ്യം കുറച്ച് മസാല ചോറ്, പിന്നെ മസാല ചോറ്, അങ്ങനെ ദമ്മിടുക. എന്തായാലും ഒരു മിനിറ്റ് ഒന്ന് നോക്കാല്ലേ. ഒരു മിനിറ്റ്, ഇതൊന്നും അല്ല. അത്ര മതി. കുത്തിയൊന്നുമില്ല. ഞാൻ എന്റെ ശിങ്കു. ഞാൻ ഇവിടുന്ന് പോകും. അപ്പൊ ചോറ് വിളമ്പേണ്ട ടൈം ആയിരിക്കാണ്. ആയിഷ ഉണ്ടാക്കിയ ആവി പറക്കത്തെ ബിരിയാണി ഒരാൾക്ക് വിളമ്പ്. അപ്പൊ ഞാൻ ടേസ്റ്റ് പറഞ്ഞുതരാം. സത്യം പറയണം, നോണ പറയണം? ഈ പേഷ്യന്റ് എന്നാ വടി പോലെ നിക്കണിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഒരു ഇച്ചിരി മണം കൂടെ പോരാ. എനിക്ക് അധികം മസാല വേണ്ട. ഗ്രാവി അല്ല, ഗ്രേവി നല്ല ചോറ്, നല്ല ഇളക്കട്ടെ മൊത്തത്തിൽ ഇളക്കട്ടെ, മിക്സ് ആക്കട്ടെ. ഗ്രേവി കറക്റ്റ് ആണ്. കണ്ടോ സെറ്റ് ആയി. ഒരു
ഇങ്ങനെ ബിരിയാണി ഉണ്ടാവാം. ഇത് ഏത് അരിയാ? ഇത് മന്തി അരിയാണല്ലോ, ബിരിയാണിന്റെ അരിയല്ലല്ലോ. ഗ്രേവി കറക്റ്റ് ആയില്ലേ ഇപ്പൊ? ഇതാണ് ഈ അരി നല്ലത്. ഈ അരി ഒന്നല്ല. രസാണ്, ഇടയ്ക്ക് തിന്നാലോ. ബിരിയാണിക്ക് മന്തിയൊക്കെ നിങ്ങളാണ് കുറെ മസാല തിന്നാനല്ല. അടിയിൽ ഇളക്കണ്ട, ഇളക്കട്ടെ, എന്നാലേ അത് കറക്റ്റ് മിക്സ് ആവുള്ളൂ. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയല്ലേ. കുറച്ച് മസാല മസാല കുറഞ്ഞത് ഇഷ്ടം. ഇല്ല അങ്ങനെ ഇത് കൂടുതലും ഇല്ല. ഇത് കറക്റ്റ് മസാലയാ. എനിക്ക് ഇവിടെ മസാല കുറവ് ഇഷ്ടം. ചെറിയ കഷ്ണം, ഒറ്റ കഷ്ണം മതി. മതി. ചോറിടുക. എനിക്ക് കുറച്ച് ചോറ് കുറെ പീസ്. എന്റെ ഫേവറേറ്റ് പീസ് കിട്ടിയായിരുന്നു കാലിന്റെ മതി മതി മതി. ഞാൻ പിടിക്കാം. നല്ല ഭംഗിയുള്ള അരിയും ചോറും ബിരിയാണി. ഞാൻ സത്യം പറയുള്ളേ, ഉപ്പ് ചിലപ്പോ ചൂട് കാരണം. ചേച്ചി ഇവിടെ വന്നിരുന്നു നമ്മളെ ബിന്ദു ചേച്ചി ആകുമ്പോ ഒന്നും കഴിക്കൂലേനോ. ചേച്ചി വാ, ഇങ്ങോട്ട് വാ. കൽപ്പന ചേച്ചി എല്ലാം കഴിക്കും. റെഡി, 1 2 3. ആവി വറുക്കുന്ന ബിരിയാണിയില്ലേ, കൊള്ളാമോ? കൊള്ളാം. ഞാനേ സത്യം പറഞ്ഞ എക്സ്പെക്ടേഷൻ ഈ വലിയ അരി കണ്ടപ്പോ ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ഇത് കറക്റ്റ് നല്ല ടേസ്റ്റ്. ഉപ്പച്ചി എങ്ങനെയുണ്ട്? ഒരു ഉപ്പച്ചിനോട് ഉപ്പച്ചി എങ്ങനെയുണ്ട്? ഉപ്പച്ചി എനിക്കിഷ്ടം. ഈ അരി ഇഷ്ടം. 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം ദാഹത്തിനാണ്, വിശപ്പിനല്ല. രാവിലെ എങ്ങനെയുണ്ട് സാധനം? ഇതെങ്ങനെ ചെമ്പ് ആവി പറക്കുന്നു നോക്കുക, അതാണ് ബിരിയാണി. ചേച്ചി നമ്മ ഒരുമിച്ചിരിക്കാവാ ഇവിടെ. ഫുഡില് ഞാൻ മാർക്ക് തന്നിരിക്കുന്നു. നിങ്ങളെ കെട്ടിച്ചയക്കാനുള്ള പ്രായമായിട്ടുണ്ട്. എന്നെയും എന്നെ കെട്ടിച്ചേച്ചി. നിന്നെ കെട്ടിച്ചയച്ചല്ലേ? എന്നെ കെട്ടിച്ചയച്ചേക്കും ഒന്നും കൂടി. ഒന്നും കൂടി അയക്കണോ? താങ്ക്സ്. ഇതെന്റെ കേട്ടോ, താങ്ക്സ്. ചേച്ചി നിങ്ങളെ കളിയാണ്. ചേച്ചി എങ്ങനെയുണ്ട്? തിന്നു ചേച്ചി. അയ്യോ ചേച്ചിക്ക് ഇത് കൊടുക്കുന്നു. ഇതെന്റെ എന്റെ ചേച്ചിന്റെ അഭിപ്രായം ചോദിക്കും. രസമുണ്ടോ ചേച്ചി? സത്യം ഒരു പീസ് കൂടി ഇട്ട് കൊടുക്കും ചേച്ചി. ഇത് അടിയിൽ ഇളകാണ്ട് കിടക്കുന്ന പീസ്. ഇതാ പറഞ്ഞ എല്ലാരും മസാല കുറവാണ്. എന്താ മസാല? ചേച്ചിനോട് ഹലോ, മസാല കുറവെന്നാ ഇവര് രണ്ടുപേരും പറഞ്ഞു. ചേച്ചിനോട് ചോദിക്കേ. ചേച്ചി എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇതാ പാകം മസാല. എന്താണെന്നറിയോ, ഇതില് മസാലന്റെ കുത്തായിട്ട് ആരും. അയ്യോ ചേച്ചി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഉമ്മ? അമ്മ എന്താ പറ്റി? തൈരിന്റെ ഒരു കുറവുണ്ട്, അത് കൂടി ഉണ്ടായിരുന്നല്ലോ. മേടിച്ചോണ്ടാരാൻ പറഞ്ഞു. ബിരിയാണി വെക്കുന്നല്ലോ. ഇനി ഓഫ് ചെയ്ത് ഞങ്ങൾ തിന്നോണ്ട്. എനിക്ക് വിശക്കുണ്ട്. ബൈ ബൈ പറയും. അതിന്റെ അപ്പം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പനി ഇത്ര പെട്ടെന്ന് മാറിയെന്ന് ചോദിക്കും ഉമ്മ. ശരിക്കും ഗുളി കുടിച്ചിട്ട് ഇപ്പൊ കുറഞ്ഞല്ലേ? കൂടി 2 മണിക്കൂറല്ലേ? വേർത്തെ ഞാന് ആ ഡ്രസ് ഇട്ടില്ലേ, അപ്പൊ ഒന്നൊരു വേർത്തെ. എന്നാ ശരി, ബൈ ഗായ്സ്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാൻ ഉള്ളൊരു. എന്നാ ശരി.